സമയം ദൈവ വചനത്തിലേക്ക് ഒന്ന് രണ്ട് ചിന്തകൾ ദൈവാത്മാവ് ഇന്നലെ വൈകിയ വേളയിൽ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ഒന്ന് രണ്ട് വചനങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ ആശിക്കുന്നു. അതിനായിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ ഒരു വാക്യമാണ് നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് ഏലീശായുടെ അടുക്കൽ ആ സ്ത്രീ ചെന്നപ്പോൾ ഏലീശ ആ സഹോദരിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 2-ാം വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഏലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറയുക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. അവൾ, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളില് ഈ വചനം പങ്കുവയ്ക്കാൻ തന്ന നിയോഗം എന്തിനാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവാത്മാവ് എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കുടുംബത്തെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആരാണ്, ആരുടെ കുടുംബമാണ് എന്നുള്ളത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. അപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരായ ദൈവദാസന്മാര് ശുശ്രൂഷിച്ചിരുന്ന ഒരു കാലമാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, എലീശയുടെ അടുക്കൽ ചെന്ന് ഈ സഹോദരി നിലവിളിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? അവിടെ നമ്മൾ കാണുന്നുണ്ട്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അടുത്തത്, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. അപ്പൊ നോക്കണമേ, ആരാണ് ഏലീശായുടെ അടുക്കൽ ചെന്നത്? എന്തുകൊണ്ടാണ് ചെന്നത്? ചെന്നതിൻ്റെ റീസൺ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ റീസൺ? അവൾ പറയുകയാണ്, ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭവനം ഒരു വലിയ കടക്കണിയിലായിരിക്കുക. അവർ കടക്കണിയിലായതിൻ്റെ കാരണം എന്താണ് നമുക്കാർക്കും അറിയില്ല. അവിടെ മേളിൽ വായിക്കുന്നുണ്ട്, ഇദ്ദേഹം ഒരു പ്രവാചക ശിഷ്യനാണ്, ഒരു ദൈവഭക്തനാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, ദൈവഭക്തന്മാർക്ക് കടം വരാവോ? ദൈവഭക്തന്മാർക്ക് കടഭാരം ഉണ്ടാവുമോ? നിശ്ചയമായിട്ടും ഉണ്ടാകാം. കടം മേടിക്കരുതെന്നും കടം കൊടുക്കരുതെന്നും വേദപുസ്തകം പറയുന്നില്ല. ഇത് രണ്ടും സ്വാഭാവികമാണ്. അതൊരു സാധാരണ ജീവിത രീതിയാണ്. എന്നുവെച്ചാൽ അവൾ പറയുന്ന ആ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്താണ് അവിടെ കാണുന്നത്? നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. അപ്പോ നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് പറയുമ്പോൾ, ഫിയർ ഓഫ് ഗാഡ്, ഇവൻ ദൈവത്തെ ഭയപ്പെട്ട ഒരു വ്യക്തിയാണ്. ദൈവഭയം. നമുക്കറിയാം, എല്ലാ പ്രവാചക ശിഷ്യന്മാരും ദൈവഭയം ഉള്ളവരാണെന്ന് പറയാൻ ഞാൻ ആളല്ല. ജോലി എന്ന നിലയിൽ ചെയ്യുന്ന ആളുകൾ കണ്ടേക്കാം, പിന്നെ ദൈവം വിളിച്ചല്ലോ എന്നതുകൊണ്ട് ചെയ്തേക്കാം. ഇനി വീട്ടിൽ പട്ടിണിയാണ്. പണ്ട് ഇഷ്ടംപോലെ പിള്ളേരുള്ള കാലമാണ്. മലബാറിലൊക്കെ എനിക്കറിയാം, കത്തോലിക്ക വീടുകള്, യാക്കോബായ വീടുകള്, ക്രിസ്ത്യൻ വീടുകളൊക്കെ പിള്ളേർ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ എല്ലാവരെയും വേണ്ടും പോലെ പഠിപ്പിക്കാൻ പ്രാപ്തിയില്ലാത്തതുകൊണ്ട് അവരെ മഠത്തിൽ ചേർക്കും, സെമിനാരി ചേർക്കും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിയുമ്പോൾ പഠിത്തമെല്ലാം കഴിച്ച് കഴിയുമ്പോൾ അവരവിടെ നിന്ന് പോരുകയും ചെയ്യും ചില ആൾക്കാർ. എന്നാൽ ചില ആൾക്കാർ പിന്നെ ആ കാലങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളും രീതികളും ഒക്കെ കൊണ്ട് അവരവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ രണ്ടാമത്തെ കാര്യം, വീട്ടിലെ അപ്പന്മാർ മദ്യപാനികളാണെങ്കിൽ, കുടുംബം നോക്കാത്തവരാണെങ്കിൽ വീട്ടിൽ പിന്നെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ, എനിക്ക് ഒത്തിരി അറിയുന്ന ആൾക്കാർ, ഞാൻ ഏറ്റുവാൻ്റെ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകളെ എനിക്കറിയാം. അവർ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ, പെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ പോട്ടെ.
അപ്പൊ ഇവൾ അവളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്ന കാര്യം എന്നാ? അവളുടെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണ്, നിന്റെ ദാസൻ ആരായിരുന്നു? യഹോവ ഭക്തനായിരുന്നു. വേറൊരു സ്ഥലത്ത് കർത്താവിന്റെ ദാസന്മാര് പറഞ്ഞിരിക്കുന്നത്, ഈ ഭക്തൻ എന്ന് പറയുന്ന മനുഷ്യൻ വേറെ ആരുമല്ല, അത് ഒബദ്യാവ് എന്ന് പേരായ ഒരു ദൈവദാസനാണ്. ആ ഒബദ്യാവ് എന്ന് പേരായ ദൈവദാസൻ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, ശമൂവേലിന്റെ ഈ പുസ്തകത്തിന്റെ തന്നെ പുറകില് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, 50 ആളുകളെ വീതം ഓരോ ഗുഹയ്ക്കകത്ത് ആക്കി അവർക്ക് അപ്പവും വെള്ളവും കൊടുത്ത് ശുശ്രൂഷിച്ച അല്ലെങ്കിൽ സഹായിച്ച ഒരു ദൈവഭൃത്യനായിരുന്നു ഈ ആള് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ റെഫറൻസിലേക്ക് പോകുന്നില്ല, എങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത്, ദേശത്ത് വളരെ ക്ഷാമമായ കാലം. ആ കാലഘട്ടത്തിൽ ആർക്കും ഭക്ഷണമില്ല, എവിടെയും ഭക്ഷണമില്ല. കാരണം കൃഷി ചെയ്താലല്ലേ ഉള്ളൂ ആഹാര പദാർത്ഥങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പൊ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സമയത്ത് കൊട്ടാരത്തിലെ ഒരാളായ ഈ മനുഷ്യൻ, ആരാ? ഈ ഒബദ്യാവ് എന്ന് പറയുന്ന ദൈവഭക്തനായ മനുഷ്യൻ അവരുടെ വീട്ടിലില്ല. പക്ഷേ ഉള്ളത് താനെന്ത് ചെയ്യുന്നു? പട്ടിണി കിടക്കുന്ന ആളുകളെ, ദൈവഭക്തന്മാരെ, നമുക്കറിയാമല്ലോ, എലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭക്തനായി ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഉടനെ ദൈവം പറഞ്ഞ തന്നെ, ബാലിന് മുട്ടുമുടക്കാത്ത 7000 പേരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ശേഷിപ്പിച്ചിട്ടുണ്ട്. നിന്റെ കാര്യം മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ആ 7000 പേരിൽ പ്രവാചക ശിഷ്യനായ ഈ മനുഷ്യനും ഉണ്ടായിരുന്നു. ദൈവം ശേഷിപ്പിച്ച ഒരാളാണ് ഈ മനുഷ്യൻ. കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോ വീട്ടില് ആകപ്പാടെ ഒന്നുമില്ലാത്ത പരിതസ്ഥിതി. ഞാൻ മനസ്സിലാക്കുന്നു, ആ വീടിന്റെ അവസ്ഥ, അവരുടെ തൊഴില്, ആ വീട്ടിലെ ആളുകളുടെ തൊഴില് എണ്ണയായിരുന്നു, എണ്ണ വിൽപ്പനയായിരുന്നു. ഏതെണ്ണയാണെന്ന് എന്നോട് ചോദിക്കല്ല, എനിക്ക് അറിയത്തില്ല. വെളിച്ചെണ്ണയാണോ, നല്ലെണ്ണയാണോ, കാച്ചെണ്ണയാണോ എന്നൊന്നും അറിയത്തില്ല. അവരുടെ അക്കാലത്തെ ഏറ്റവും നല്ല കാര്യം ഒലിവെണ്ണയാകാം. കാരണം ഒലിവ് തോട്ടവും ഒലിവ് എണ്ണ പിഴിഞ്ഞ് എടുത്ത് ചക്കിനകത്ത് ആട്ടി എണ്ണ ബിസിനസ് ചെയ്യുന്ന ആ കാലമുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഒരു കൂട്ടം വേദപഠിതാക്കൾ പറയുന്നത്, ആ സ്ത്രീയെ അവര് ഒലിവെണ്ണ അല്ലെങ്കിൽ എണ്ണയുടെ ബിസിനസ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പ്രവാചകൻ ചോദിച്ചപ്പോൾ അവൾ എന്നാ പറഞ്ഞു? ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ പക്കൽ ഏതുമില്ല, വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ ഞാനത് ഓർപ്പിക്കുന്നത്, ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശൂന്യതകളെ, എംപ്റ്റിനെസ്, ദൈവത്തോട് അല്ലെങ്കിൽ ദൈവകാര്യം നിമിത്തം നാം ചെലവഴിച്ചതിനാൽ, നാം അധ്വാനിച്ചതിനാൽ, നാം കൊടുത്തതിനാൽ, നാം സൽക്കരിച്ചതിനാൽ, നാം ശുശ്രൂഷിച്ചതിനാൽ, ആരെ ഭയപ്പെട്ട്? രാജാവിനെ ഭയപ്പെട്ട്, രാജ്യത്തെ ഭയപ്പെട്ട്, മനുഷ്യർ കാണാതെ, ആരും കാണാതെ നമ്മുടെ രഹസ്യമായ സഹായങ്ങൾ ദൈവത്താൽ നിയോഗിതമായി നമ്മൾ ചെയ്തത് നിമിത്തം നമുക്കുണ്ടാകുന്ന ഏത് ദാരിദ്ര്യ അവസ്ഥയെയും ഇല്ലായ്മയെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഞാൻ പല ആളുകളുടെ അനുഭവം കേട്ടിട്ടുണ്ട്. ഒരു ഭക്തനായ മനുഷ്യൻ, അദ്ദേഹം ദൈവത്തെ അറിഞ്ഞ നിമിത്തം അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തന്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടി കിടക്കുക. അപ്പോൾ അവിടുത്തെ ഒരു മകന് ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു വീസ വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ യാത്രാ ചെലവിന് വേണ്ട പണമൊന്നും ഇവർക്കില്ല. ഉടനെ ഇവർ ഈ അയൽവാസിയായ മനുഷ്യനോട് വന്ന് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നല്ലതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയേച്ച് അവരുടെ വീടിന്റെ ആധാരം എടുത്തുകൊണ്ട് വന്ന് അതെടുത്ത കയ്യിലോട്ട് കൊടുത്തു. ഇതുകൊണ്ട് നിങ്ങൾ പണയം വെച്ചു, എത്ര രൂപ കിട്ടിയാലും എടുത്തോളാൻ പറഞ്ഞു, ശമ്പളം കിട്ടുമ്പോൾ തിരിച്ചെടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു വിട്ടു. വേറെ ആരെങ്കിലും ചെയ്യുമോ? കാരണം അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണ്. വർഷങ്ങൾ കടന്നുപോയി, അവരെ ആധാരമൊക്കെ എടുത്തു കൊടുത്തു, തിരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ മൂത്ത മകളെ കല്യാണത്തിന്, ആകെ ആ പാടെ ഒരു കൊച്ചേ ഉള്ളൂ, ആ പെൺകൊച്ചിനെ കല്യാണം കഴിക്കേണ്ട സമയം വന്നപ്പോ ഇദ്ദേഹത്തിന്റെ അഭിമാനം കൊണ്ട് ആരോടും പോയി ഒന്നും ചോദിക്കാൻ
ഇല്ല. ആഭരണം വേണം, പണം വേണം, കല്യാണ ചെലവ് വേണം, എല്ലാം നോക്കിയിട്ട് അദ്ദേഹത്തിന് അതിന്റെ പകുതി പോലും സംഭരിക്കാൻ കഴിയില്ല. വളരെ വേദനയോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ വീട്ടിലെ അമ്മ ഇങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ വലിയ ദാനധർമ്മിയല്ലേ, നിങ്ങൾ വലിയ കൊടുപ്പുകാരനല്ലേ, നിങ്ങൾ വലിയ അങ്ങനത്തെ ആളല്ലേ, എന്തിയേ നിങ്ങൾ കൊടുത്തവരൊക്കെ എന്തിയേ, നിങ്ങൾക്ക് വല്ലവരും ഉണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് ഈ പറഞ്ഞ വീട്ടിലെ, അതായത് ഇവര് സ്വന്തം വീടിന്റെ ആധാരം കൊടുത്ത വീട്ടിലെ സ്ത്രീ വീട്ടിലോട്ട് കയറി വരിക. അവർ കയറി വന്നേച്ച് അവർ പറഞ്ഞു, എനിക്ക് ഒരു അല്പം പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ഒരു 50,000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് 2 ദിവസത്തേക്കൊന്ന് മറിക്കാൻ തന്ന നല്ലതായിരുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ കുട്ടി ഇടം വരെ നോക്കാതെ ഭാര്യയുടെ കൈ കിടന്ന ഒരു വള ഊരി ഇങ്ങോട്ട് കൊടുത്തു. നീ ഇതുകൊണ്ട് പണയം വെച്ചിട്ട് മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എത്ര ഇല്ലായ്മയാണെങ്കിലും എത്ര ദാരിദ്ര്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സെന്താ? ആവശ്യത്തിന് തൻ്റെ അടുക്ക വരുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് തൻ്റെ ചിന്ത. നിങ്ങൾക്ക് ഞാൻ ആ കാര്യം ചുരുക്കി പറയാം. ആ സഹോദരി പറഞ്ഞു, ആ വള അങ്ങോട്ട് കടുത്തച്ച് പറഞ്ഞു, എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാൻ വന്ന വേറൊരു കാര്യത്തിനാണ്. അദ്ദേഹം അവളെ ഒരു ചെക്ക് എടുത്ത് ഈ സഹോദരൻ്റെ കയ്യിലിട്ട് നീട്ടിയേച്ച് പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾക്ക് മോളുടെ വിവാഹത്തിന് എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് ചെലവ് വരും, ആഭരണത്തിനായിട്ടും ഭക്ഷണത്തിനായിട്ടും എല്ലാത്തിനായിട്ടും എത്ര ലക്ഷം രൂപ, ഇത്രയും മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു എമൗണ്ടിന്റെ ചെക്ക് അവരുടെ കയ്യിലേക്ക് കൊടുത്തേച്ച് പറഞ്ഞു, ഇതിരിക്കട്ടെ, ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതെന്ത് ചെയ്തോളാം, ഞാൻ തന്നെ തന്നോളാം. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവ് ഇങ്ങനെ തമ്മി നോക്കി. ഇച്ചിരി മുമ്പ് ആ കൊച്ചമ്മ, ആ വീട്ടിലെ അമ്മ എന്നാ പറഞ്ഞേ, നിന്നെ സഹായിച്ചവരെന്തിയെ, നീ കൊടുത്തവരൊക്കെ എന്തിയെ, ഇപ്പൊ നിന്റെ മോളെ കെട്ടിക്കാൻ പോലും നിനക്ക് 10 പൈസ പോലും കയ്യിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ താണ്ട് ഓടി വരുന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ദൈവഹൃദയമുള്ളവനെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇല്ലേ? ദൈവഹൃദയമുള്ളവരൊക്കെ ദൈവ സഹായമാണ്. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുന്ന ദൈവമല്ല. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ എന്റെ ഉള്ളത്തോട് സംസാരിച്ചതാണ്, നീ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചത് നിമിത്തം, ദൈവനാമത്തിനു വേണ്ടി ചെലവിട്ടത് നിമിത്തം, അനേകരെ സഹായിച്ചത് നിമിത്തം, അനേകരുടെ കണ്ണീര് ഒപ്പിയത് നിമിത്തം നീ ഇപ്പോൾ കടത്തിലും ഭാരത്തിലും ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലുമാണെങ്കിൽ നിന്നെ സഹായിപ്പാൻ ഈ ഉലകത്തിലെ തന്നെ ആളുകളെ കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങൾ വേറെ എങ്ങും ഓടല്ലേ. നമ്മൾ ആ സഹോദരി എന്താ ചെയ്തേ? അവള് വേറെ എങ്ങും പോയി ഭക്തിയുള്ള കുടുംബത്തിന്റെ ലക്ഷണം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ? അവൾ ഓടി ആ ദൈവഭൃത്യന്റെ അടുക്ക ചെന്നു. ഏലീശ പാർക്കുന്ന ആ പ്രവാചക ശിഷ്യന്മാരുടെ ഭവനത്തില് താൻ ഓടി ചെന്നേച്ച് വീണ് ആ കർത്താവിന്റെ ദാസനോട് തന്റെ ആവശ്യങ്ങള്, തന്റെ ബുദ്ധിമുട്ട് പറയുക. എന്താണ് ഇതിന്റെ അർത്ഥം? ഇപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു ദൈവമനുഷ്യരുടെ അടുക്ക ചെല്ലാനല്ല ഇതിന്റെ അർത്ഥം. അത് അക്കാലത്തെ ഒരു കാര്യമാണ്. ആ രീതിയാണ് ദർശകനെ അന്വേഷിച്ചു പോവുക, പ്രവാചക ശിഷ്യനെ അന്വേഷിച്ചു പോവുക, പ്രവാചകനെ അന്വേഷിച്ചു പോവുക എന്നുള്ളത് അക്കാലഘട്ടത്തിലെ രീതിയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ പോകാൻ ഈ പുസ്തകം പറയുന്നില്ല. ഈ പുസ്തകം പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടരുത്. രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് നീ എന്ത് ചെയ്യണം? അറയിൽ കിടന്ന് വാതിലടച്ച് നിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. അവിടുന്ന് സഹായിക്കും, അവിടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ അക്കാലത്ത് അങ്ങനെയല്ലായിരുന്നു. അവൾ ഓടിച്ചെന്ന് പ്രവാചക ശിഷ്യന്റെ അടുക്കൽ അവസ്ഥ പറയുകയാണ്. എനിക്ക് 2 മക്കളേ ഉള്ളൂ. ആ മക്കളെ ഇപ്പോൾ കടക്കാര് വന്ന് പിടിച്ചുകൊണ്ടുപോകാൻ അടിമകളാക്കാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അവസ്ഥകളെ അറിഞ്ഞ് ആ ദൈവവൃത്തം ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അത് ഞാൻ ഇങ്ങോട്ട് നടത്തിയെടുക്കുക. ഹല്ലേലൂയ. ആ പദം ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും വ്യക്തമായി ചോദിക്കുകയാണ്.
നിനക്ക് വേണ്ടി എന്താണ് ദൈവം ഇന്ന് ചെയ്യേണ്ടത്? നാളെ അല്ല, ഇന്ന് അവിടുന്ന് ചോദിക്കുന്നു, എന്ത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യണം? എന്നിട്ട് അടുത്ത ചോദ്യം, നിന്റെ പക്കൽ, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്നത് we have to express our emptiness or what we have. നമുക്കുള്ളത് എന്താണോ അത് നമ്മൾ തുറന്നു പറയാൻ സമ്മതിക്കണം. ഹല്ലേലൂയ. യാക്കോബിനെ അനുഗ്രഹിക്കാൻ വേണ്ടി യാബോക്കിന്റെ കടവിൽ വന്ന ദൂതൻ ദൈവം അവനോട് ചോദിച്ചത് എന്തുള്ളൂ എന്നല്ല, നിന്റെ പേരെന്താ? രാവിലെ ദൈവം എന്നോട് പറയുകയാണ്, നമ്മുടെ സത്യാവസ്ഥ, നമ്മുടെ യഥാർത്ഥ അവസ്ഥ ദൈവമാകെ നാം പറയാന്, തുറക്കാന് ഒരവസരം ദൈവം തരികയാ. ചെല്ലു പറയത്തില്ലേ, എനിക്ക് എന്റെ തെറ്റുകളെ ഒന്ന് ഏറ്റു പറയാൻ ഒരവസരം കിട്ടിയില്ലല്ലോ, അയ്യോ എനിക്കതിനൊരു അവസരം കിട്ടിയില്ലല്ലോ. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയില് ദൈവം ചോദിക്കുന്നതിന് ജനുവിനായ ഉത്തരം പറയണം. നമ്മുടെ ഹൃദയത്തിലെ സത്യത്തെയാണ് അവിടുന്ന് ഇച്ഛിക്കുന്നത്. അങ്ങനെ ഒരു വാക്യമില്ലേ, അന്തർഭാഗത്തെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത്. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് സമീപസ്ഥരാണ്. രാവിലെ നമുക്കറിയാം, ഇന്നത്തെ ലോകം കാപട്യത്തിന്റെ ലോകം, വഞ്ചനയുടെ ലോകം, അഭിനയത്തിന്റെ ലോകം. അത് രാഷ്ട്രീയക്കാരാകട്ടെ, അത് ആത്മീയരെന്ന് പറയുന്നവരാകട്ടെ, കാപട്യത്തിന്റെ കപടതയുടെ ഒരു വല്ലാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കാപട്യം ഒന്നും ചെലവാകില്ല. ദൈവത്തിന് മുമ്പാകെ കാപട്യാപര്യം, മനുഷ്യരെ പറ്റിക്കാൻ ദൈവത്തെ പറ്റിക്കാൻ പറ്റൂ? ഇസ്ഹാക്കിനെ പറ്റിച്ച യാക്കോബിന് ഹല്ലേലൂയ കിട്ടി. നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ, പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അമ്മാച്ചന്റെ അടുക്ക ചെന്ന് അവന് വേണ്ടുപോലെ പണി കിട്ടി, അവൻ പണി പഠിച്ചു. എങ്കിലും ദൈവം അവനോട് കൂടെ ഇരുന്നു. പക്ഷെ ഇപ്പൊ അവൻ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അവന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരികെ വരാനുള്ള സമയമാണ്. ഇനി ആ പഴയ പണിയും കൊണ്ട് അവിടോട്ട് പോകാൻ പറ്റത്തില്ല. പഴയ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇങ്ങോട്ട് വരുമ്പം പറ്റത്തില്ല. കാരണം ദൈവം പറഞ്ഞിട്ട് മടങ്ങി വരിക. എങ്ങോട്ട് പോവുക? ബഥേലിലേക്ക്. ബഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പഴയ കയ്യിരിപ്പോണ്ടൊന്നും നടക്കുകയില്ല. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഏറ്റവും നമ്മുടെ ഹൃദയത്തിന്റെ സത്യാവസ്ഥ നമുക്കറിയാം. അത് പൂർണ്ണമായിട്ട് ദൈവത്തോട്, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അവൾ അവനോട് തുറന്നു പറഞ്ഞു. ഹല്ലേലൂയ. ഈ ഭാഗത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഓപ്പൺനെസ്. നിന്റെ ഹൃദയ ദൈവസന്നി ഒന്ന് പകർന്നേ. അങ്ങനെ പകർന്ന ഒരു സ്ത്രീയാണ് ഹാന, അല്ലേ? ഹാന ദൈവസന്നി ഹൃദയം പകർന്നു, അല്ലേ? അങ്ങനെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമോ, ദൈവം നിനക്ക് വേണ്ടി ഏതെങ്കിലും നിലയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമോ, അവൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. നിന്റെ ഹൃദയം പകരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ അടുക്കൽ യേശു ആ കടൽക്കരെ ഒടുവിലായി പ്രത്യക്ഷരായപ്പോ ഒറ്റ ചോദ്യം ചോദിക്കുന്നത്, എന്താ? യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഒന്നാം പ്രാവശ്യവും ചോദിച്ചു, രണ്ടാം പ്രാവശ്യവും ചോദിച്ചു, മൂന്നാമത്തെ ചോദ്യത്തില് അവൻ പൊട്ടിക്കരഞ്ഞു, അല്ലേ? എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന് അറിയത്തില്ല ഇവൻ സ്നേഹിക്കുന്നുണ്ടോന്ന്. അറിയാം, കർത്താവിനറിയാം. ഏദൻ തോട്ടത്തില് ആദാമേ നീ എവിടെ എന്ന് ചോദിക്കുന്ന വല്ല കാര്യമുണ്ടോ ദൈവത്തിന്? അവനറിയാം എവിടെ ഇരിക്കുന്നതെന്ന്. എന്റെ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവൻ അഗ്നിജാലകത്തെ കണ്ണിന്റെ മുൻപില് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. അവൻ അറിയാം. പക്ഷേ അതുകൊണ്ടായില്ല. ദൈവത്തിന്റെ റിലീസ് നടക്കണമെങ്കിൽ, ദൈവത്തിന്റെ ബ്ലെസ്സിങ് നടക്കണമെങ്കിൽ ദൈവം ചോദിക്കുന്നു എന്തുണ്ട്. ഇന്ന് രാവിലെ ദൈവാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തിൽ ഇന്ന് ആളുകൾ ഭൗതികമായ അനുഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കുക.
കോടികൾ ഉണ്ടാക്കിയിട്ടിട്ട് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ അറിയാം, ഇവിടുത്തെ അറിയാം, അമേരിക്കയിലെ അറിയാം, മറ്റ് രാജ്യങ്ങളെ അറിയാം. ആമേൻ ആമേൻ. ഒരു അടയ്ക്ക എടുക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആൾക്കാര് ആമേൻ പല നിലകളിൽ ഇറങ്ങി അവരുണ്ടാക്കി കൂട്ടിയതെല്ലാം ആമേൻ അവർക്ക് തന്നെ കണ്ണിന് എത്തുംപിടിയില്ലാത്ത പോലെ കൂട്ടി. എന്നാൽ കർത്താവ് ധനവാനായ മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചതൊക്കെ ആരനുഭവിക്കും? ഒറ്റ ചോദ്യം അവനോട് ചോദിച്ചല്ലേ. ദൈവം ചോദിക്കുകയാണ് ഇവളോട്, എന്തുള്ളൂ? അമ്മൻ, വാട്ട് യു ഹാവ്? കേരളക്കാരെ പോലെ, മലയാളികളെ പോലെ അഭിനയിക്കാൻ അറിയുന്ന, ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി ഭയങ്കര ഒരു അഭിനയം നടത്തി പുറത്തു വന്നു അല്ലേ, ഇറക്കി വിടണമെന്നും പറഞ്ഞുകൊണ്ടാ. പാവപ്പെട്ട കേജ്രിവാൾ എന്ന് പറയുന്ന ആ ഡൽഹിയുടെ മുഖ്യമന്ത്രിയെ ആളെ അഴിമതി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി ജയിലിൽ ഇട്ടിട്ട് ഇപ്പത്തെ പറയുകയാണ് അവരെല്ലാം നിരപരാധികളാണ്. ഈ 2 വർഷം ജയിലിൽ കിടന്ന സിസോദിയ കിടക്കുന്നു, കേജ്രിവാൾ ദണ്ഡ കിടക്കുന്നു. മുഖ്യമന്ത്രി ആയിരിക്കാൻ പറ്റത്തില്ലെന്ന് CBI-ക്കാര് പറഞ്ഞതിന്റെ പക്ഷത്താൽ അവൻ അതും രാജിവെച്ച് സകലവും തീർന്ന് അവസാനം ഇവരെല്ലാം കൂടെ കാട്ടിക്കൂട്ടിയതിന്റെ പരിണിത ഫലമായിട്ട് എവിടെ ചെന്നു? അവരൊന്നുമില്ലാത്തവനായി മാറി. നോക്കണമേ, ഈ ലോകത്തിലെ ആളുകൾ എത്ര കാപട്യം നടത്തിയാലും ഞാൻ പറയട്ടെ, ഇവന്മാരെല്ലാം ഒടുവിൽ വന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ ന്യായാസനമുണ്ടേ. ഹല്ലേലൂയ. വിതയ്ക്കുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം അതിന് തത്തുല്യമായ പ്രതിഫലം, ശിക്ഷ, ന്യായവിധി നേടാൻ പോകുന്ന ദിവസം വരാൻ പോകുക. അത് ഏത് രാഷ്ട്രീയക്കാരനായാലും, അത് ആത്മീയത്തിലെ ഭൗതികത്തിലെ എല്ലാം ആളുകളെ അന്ന് വിളിക്കും. ഞാനിത് രാവിലെ ഈ വചനം പറയുമ്പോൾ എൻ്റെ ഉള്ളത്തോട് ദൈവാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ഇൻഡിവിജ്വലായിട്ടാ ചോദിക്കുന്നത്, നിന്റെ വീട്ടിൽ എന്തുള്ളൂ? 2-3 കാര്യം കൂടെ വാക്കിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ വായിക്കുന്നത്, അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല, ഒരു ഭരണി എണ്ണയല്ലാതെ. അവളുടെ വീട്ടിലെ ഇതുകൊണ്ട് കടം വീട്ടാൻ പറ്റുമോ? കടം വീട്ടാൻ പറ്റത്തില്ല. പക്ഷെ അവളോട് പ്രവാചകൻ പറഞ്ഞ അടുത്തൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ആമേൻ. നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കുന്നത്. പിന്നെ നീ നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക. അവൾ അവനെ വിട്ടുചെന്ന് മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ച് അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. ശ്രദ്ധിക്കണേ, ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചിന്ത എൻ്റെ ഉള്ളിൽ തന്നത്, അവളുടെ വീട്ടിലെ എണ്ണയിൽ നിന്നാണ് മറ്റു പാത്രങ്ങളിലേക്ക് പകർന്നത് അല്ലേ? അവളുടെ വീട്ടിലെ എണ്ണ. അവളുടെ വീട്ടിൽ എന്തുണ്ട്? എണ്ണയുണ്ട്. പരിശുദ്ധാത്മാവെന്നൊന്നും ഞാൻ പറയത്തില്ല, ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒന്നുമല്ല, ഒരു മെറ്റീരിയലാണ്. ഹല്ലേലൂയ. ഈ കാര്യാദികളിൽ നിന്നുണ്ടായ വരുമാനങ്ങൾ കൊണ്ടാണ് അവളുടെ ഭർത്താവ് എന്ത് ചെയ്തത്? അവിടെ വേണ്ടത് എല്ലാ സഹായങ്ങളും ചെയ്തതെന്നാണ് ഒരു കൂട്ടം ആളുകൾ, വേദപണ്ഡിതാക്കൾ പറയുന്നത്. അപ്പോൾ ഏതിൽ നിന്നാണോ ദൈവം അവൾക്ക് ചെയ്യാനുള്ള മനസ്സ് ഉണ്ടായത്, അത് തന്നെയാ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. അത് തന്നെയാ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. എന്നുവെച്ച് ഞാൻ ആ വെറും പാത്രങ്ങളെയും അയൽക്കാരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്തുക. ഒരു നല്ല റിലേഷൻഷിപ്പ് ദൈവഭക്തന്മാർക്കുണ്ട് അല്ലേ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഭക്തി എന്ന് പറഞ്ഞാൽ അയലക്കംകാരോട് മിണ്ടത്തില്ല. അയലക്കംകാരുമായിട്ട് ഭയങ്കര ഗുസ്തിയ, അവരോട് അകന്നായിരിക്കുന്നത്. എന്നാൽ നമ്മളവിടെ ഇല്ലാത്തപ്പോ നമ്മുടെ വീട്ടിലോട്ട് ഒരു കള്ളനോ കൊള്ളക്കാരനോ അല്ലെങ്കിൽ ഒരു ഇത് കയറാതിരിക്കാൻ നോക്കുന്ന ആൾക്കാരാരാ? ഇവിടെ അയൽക്കാരാ. ഞാൻ വിശ്വസിക്കുന്നു അയൽക്കാരോട് നല്ല റിലേഷൻ ഇവർക്കുണ്ടായിരുന്നു. ഭക്തി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരോടും മിണ്ടാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്തി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിടത്ത് പോകാത്ത ആളെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഭക്തിയാ, പക്ഷെ എങ്ങും പോകത്തില്ല. അതല്ല, നല്ല റിലേഷൻഷിപ്പ് ഇവള് സൂക്ഷിക്കുകയാണ്. കതകടച്ച് വാതിലടച്ച് അകത്ത് കയറി. ആമേൻ. ഞാൻ ചിന്തിക്കുകയാണ്, അപ്പൻ ആ വീട്ടിലില്ലെങ്കിലും, ഭക്തനായ ദൈവദാസൻ മരിച്ചുപോയെങ്കിലും ആ വീട്ടിലെ മക്കൾ അമ്മ പറഞ്ഞാൽ കേൾക്കുന്ന കുഞ്ഞുങ്ങളാ അല്ലേ? നല്ലൊരു അന്തരീക്ഷ.
അവരെന്ത് ചെയ്തു? പാത്രങ്ങളെല്ലാം കൊണ്ടുവച്ചു. ഇവർക്ക് ഈ എണ്ണയുടെ ബിസിനസ് എന്നുള്ള ചിന്ത എന്നെ മനസ്സിൽ വന്ന എവിടെ നിന്നെന്ന് ചോദിച്ചാൽ, താഴെ കൊടുത്തിരിക്കുന്ന ഒരു വാക്കുണ്ട്. ഇവൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇത്രയെല്ലാം പാത്രമെല്ലാം നിറഞ്ഞല്ലോ എന്നും പറഞ്ഞാൽ അവൾ അവിടെ ഇരിക്കുകയല്ല, അവൾ ഓടി എവിടെ ചെന്നു? അങ്ങനെയല്ല വായിക്കുന്നേ. 7-ാം വാക്യം, അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. കണ്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ പാത്രങ്ങളൊക്കെ അതിലേക്ക് നിന്നൊക്കെ പോയി മേടിച്ചുകൊണ്ട് വന്നു, എണ്ണക്കുറ്റി, എണ്ണ ടാങ്ക് എല്ലാം മേടിച്ചുകൊണ്ട് വന്നു, പക്ഷെ എല്ലാം നിറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞാലേ എനിക്ക് പറ്റത്തുള്ളൂ. അതാണ് യഥാർത്ഥ ദൈവഭക്തിയുടെ. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? എന്തുണ്ട് എന്ന് ചോദിച്ച ദൈവം എന്തൊക്കെയോ അവിടെ വർധനവ് നടത്തിയിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്. അവൾ ചോദിക്കുകയാണ്, ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? രാവിലെ ദൈവാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ. അവസ്ഥ ആദ്യം ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിന് പരിഹാരം നേടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ നമ്മളെ കയറൂരി വിടുന്ന ദൈവമല്ല. ദൈവം തന്ന അനുഗ്രഹം, ദൈവം തന്ന നന്മ, ദൈവം തന്ന എണ്ണ, അത് ദൈവം പറയുന്ന പോലെ ചെയ്തോണം. അടുത്ത കാര്യം അവിടെ അവരെന്ത് ചെയ്തു? ദൈവപുരുഷന്റെ അടുക്ക ചെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. താണ്ട് അങ്ങ് പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, അങ്ങ് പറഞ്ഞ പോലെ. പാത്രം നിന്നപ്പോൾ അവിടെ എണ്ണയുടെ ഒഴുക്കും നിന്ന്. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ പറയട്ടെ, എൻ്റെ ചിന്തയാണ്, ഈ പുസ്തകത്തിലൊന്നുമില്ല, ഇവൾ ഈ എണ്ണ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ നിറച്ചു വെച്ച പാത്രങ്ങളിലെ എണ്ണയൊന്നും കുറയുന്നില്ല. നിറച്ചു വെച്ച പാത്രങ്ങളിലെ എണ്ണയൊന്നും, ഇത്രയും പാത്രത്തിലെ എണ്ണ കൊണ്ട് അയക്കാലും കടം വീടുമോ? ഇല്ല. അവിടെ വായിക്കുന്നത്, ഞാൻ പറയുന്നു, സരഫാത്തിലെ വിധവയുടെ പാത്രത്തിനകത്തെ മാവ്, അവളുടെ ഭരണിയിലെ എണ്ണ ഒരടയും 2 അടയും തിന്നപ്പോ തീർന്നു പോയില്ല എങ്കില്, അത് വർദ്ധിച്ചു വന്നെങ്കില്, അതിനകത്ത് എപ്പോഴും എപ്പോഴും നിറഞ്ഞ നിർത്തിയ ഒരു ദൈവമുണ്ട്. യേശുവിന്റെ കയ്യില് ആ അപ്പം മുറിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അത് മുറിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, പിന്നെ ഈ പാത്രങ്ങളില് ഈ 5 അപ്പം കൊണ്ട് അത് മുറിച്ചാൽ 20 കൂട്ട്, ഒരപ്പം 4 ആയിട്ട് മുറിച്ച. പക്ഷെ 5000 പുരുഷന്മാര്, സ്ത്രീകളുടെ എണ്ണം പറയാതെ, കുട്ടികളുടെ എണ്ണം പറയാതെ, അങ്ങനെങ്കിൽ ഇന്ന് ആ അത്ഭുതം നടക്കുന്ന ഒരു സന്ധ്യാവേളയിൽ എന്ന പുസ്തകം പറയുന്നേ. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ നിന്റെ ഇരുട്ടിന്റെ അവസ്ഥകളെ മാറ്റി, നിന്റെ ഹല്ലേലൂയ മനസ്സിന്റെ ആ ഇരുളുമകളെ മാറ്റി, ശോകമൂക അന്തരീക്ഷങ്ങളെ മാറ്റി, നിരാശയുടെ ഗർത്തങ്ങളെ മാറ്റി, അവൻ നിന്റെ കൈകൊണ്ട് തന്നെ ഒരു വേള നിന്റെ ഭർത്താവിനാലാണ് കൊടുക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ നിന്റെ കയ്യാൽ തന്നെ അത് ചെയ്യത്തക്കവണ്ണം നിന്റെ പക്കൽ ഏൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ അവൻ അതോറിറ്റിയുടെ ഷിഫ്റ്റിംഗ് ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. ആമേൻ. നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വേറെ ഒന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സാണ്. ആ വീട് അങ്ങനെയല്ലേ വായിക്കുന്നത്? ആമേൻ. നീയും മക്കളും എന്ത് ചെയ്യണം? കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊടുക്കുക. ഇന്ന് പകൽ ഞാൻ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, ഉപജീവനത്തിന് പോലും ഭാരപ്പെടുന്നവരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. എന്നാൽ തിന്മാനും കുടിപ്പാനും പിന്നെ ലാവിഷായി സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോ വളരെ ശുഷ്കത, കരങ്ങൾ ശുഷ്കിച്ചിരിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി അനേക പാവങ്ങളെ, അനേക കഷ്ടം അനുഭവിക്കുന്നവരെ, പട്ടിണി കിടക്കുന്നവരെ സഹായിപ്പാനാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉപജീവനം കഴിക്കുക എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷില് അവിടെ കൊടുത്തിരിക്കുന്ന യു ആൻഡ് യുവർ സൺസ് ക്യാൻ ലീവ് ഓൺ ദ റെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുക. ആമേൻ. ഒരുവൻ ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ 91 സങ്കീർത്തനത്തിന്റെ 16 വാക്യത്തില് ഞാൻ അവന് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പിതാവാണ് ഇപ്പോൾ അറ്റ്ലാന്റയിൽ എൻ്റെ കൂടെ ബഥേൽ ബൈബിൾ കോളേജിൽ ദൈവോനും പഠിച്ച ജേക്കബ് ജി എബ്രഹാം എന്ന് പറയുന്ന എൻ്റെ പിതാവാണ് ഇന്ന് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ട അറ്റ്ലാന്റയിൽ.
ആ ഭക്തരായ മനുഷ്യനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ വീട്ടിൽ ഒത്തിരി നാൾ താമസിച്ചിട്ടൊക്കെ ഉള്ളതാ. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ആ വീട്ടില് എടത്തുവ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഞങ്ങൾ പുതിയ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങളോട് കൂടെ ഒക്കെ വരികയും പ്രവർത്തിക്കുകയും ഒത്തിരി ഭവന സന്ദർശനം നടത്തുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്ത ഒരു കുടുംബം. അവരൊക്കെ വളഞ്ഞോട്ടം ബേജി സഭയുടെ അംഗങ്ങളായിരുന്നു. എങ്കിലും ഏത് ദൈവദാസന്മാരെയും ഏത് ദൈവജനത്തെയും മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. 2 മക്കളാണ്, 2 പേരും കർത്താവിന്റെ പേരുടെ ഭാഗമാണ്. ഒരു പെൺമകളുണ്ട്, അവളും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തലമുറയായി ദൈവം കാക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. രാവിലെ അവൻ ഈ വചനം എൻ്റെ ഉള്ളത്തിൽ വന്നപ്പോ എൻ്റെ ഉള്ളത്തിൽ ദൈവം എന്നോട് സംസാരിച്ചു. അമേൻ അമേൻ, നിന്റെ അപ്പത്തെ എന്താ പറഞ്ഞത്? വെള്ളത്തിന്മേൽ ഏറുക അല്ലേ? അത് ഏറിയ നാൾ കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അത് തിരികെ കിട്ടും. വിതച്ചാൽ നമുക്കൊരു കൊയ്ത്തുണ്ട്, നന്മ വിതച്ചാൽ നന്മ കൊയ്യും. ഹല്ലേലൂയ, ആമേൻ. യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിച്ച ഒരാള് വാർദ്ധക്യകാലത്ത് കൈവിടുന്ന ദൈവമല്ല. ആമേൻ. മാതാപിതാക്കള് ദൈവത്തെ ഭക്തിയോടെ ശക്തിയോടെ കൃപയോടെ സേവിച്ചെങ്കിൽ അവരുടെ സന്തതി, നീതിമാന്റെ സന്തതി അപ്പമിരക്കുന്നത് കണ്ടിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ അത് സത്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ രാവിലെ നമുക്ക് തന്ന ആയുസ്, നമുക്ക് തന്ന സമയം കർത്താവിന് വേണ്ടി പരമാവധി നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പണം കൊണ്ടും നമുക്ക് ദൈവം തന്ന സ്കില്ല്, കഴിവുകൾ, താലന്തുകൾ എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഏത് പ്രതികൂല സമയത്ത് ചെയ്താൽ, ഹല്ലേലൂയ, നമ്മുടെ ദൈവം നമ്മയും നമ്മുടെ തലമുറയും കൈവിടുന്ന ദൈവം അല്ല. അവൻ നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ആ ദൈവം പ്രത്യേക കർത്താവിന്റെ സന്നിധിക്ക് ചേർക്കപ്പെട്ടു. പക്ഷേ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ ആ സ്ത്രീയുടെ ഭക്തിയും ആ പിതാവിന്റെ ഭക്തിയും ആ കുഞ്ഞുങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആകുകയാണ്. അവര് കർത്താവിന് വേണ്ടി അവരെ ജീവിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ. നമ്മൾ പറയും എന്റെ തലമുറ ദൈവത്തെ സേവിക്കും. പക്ഷേ എന്റെ തലമുറ ദൈവത്തെ സേവിക്കണമെങ്കിൽ ഞാൻ അവിടെ മുൻപാകെ ഭക്തിയോടെ ജീവിച്ചു കാണിക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവം പറയുന്നത് ചെയ്യണം, ദൈവിക സാക്ഷ്യം പാലിക്കണം. മറ്റുള്ളവരുമായി നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ പരിപാവനമായി സുതാര്യമായി ആയിട്ട് തന്നെയായിരിക്കണം. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ ചൊരിയുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയില് ആ ദൈവം പറയുന്ന പോലെ നമുക്ക് ജീവിപ്പാനായിട്ട് ആ ദൈവങ്ങളിലേക്ക് നൽകാൻ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ കർത്താവേ എന്ന് പറയാം. ആമേൻ. എന്റെ ജീവിത വഴികൾ അങ്ങയുടെ തിരുമുൻപാകെ വളരെ സുതാര്യമായി വളരെ ഭക്തിയോട് വചനം പറയുന്ന വിശുദ്ധിയോട് കർത്താവെ ആരെയും ബോധിപ്പിക്കാനല്ല, രഹസ്യത്തിൽ കാണുന്ന അങ്ങയെ ബോധ്യപ്പെടുത്തി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഇന്നത്തെ